എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ റോസ് ആയിക്കോട്ടെ, മുല്ല ആയിക്കോട്ടെ, തെച്ചി, ഏത് പൂക്കളായിക്കോട്ടെ ധാരാളമായിട്ട് പൂക്കാൻ, അതായത് നമ്മൾ പറയും കൊല്ലകുത്തി പൂക്കാന്ന് പറയില്ലേ, അതിന് യാതൊരു പൈസ ചിലവില്ലാതെയുള്ള ഈസി ടിപ്പായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് എല്ലാവരും വീട്ടിലുള്ളതാണ് കാപ്പിപ്പൊടി അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടിയും ഉലുവയും വെച്ചിട്ടുള്ള ഒരു സൂത്രമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു മാജിക്കൽ ഫെർട്ടിലൈസർ ആണ്. അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് പൂക്കാനുള്ള നല്ലൊരു ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു പാത്രം ആവശ്യമാണ്. നമ്മൾ അത് ഇപ്പോൾ ഇത്ര അളവ് എന്നില്ല നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്. ഇപ്പം നമുക്ക് ഇത് കാപ്പിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതി. അതുപോലെ ഉലുവയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അപ്പം നമുക്ക് 1 ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തിട്ടുണ്ട് നമ്മളിതിൽ. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണ് കാപ്പിപ്പൊടിയും 1/2 ടീസ്പൂണ് ഉലുവയിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കാം അല്ലേ. അപ്പോൾ ഇതേ നമ്മളുടെ ഉലുവ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളെപ്പോഴും വെറുതെ കളയുന്ന നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം, നമ്മുടെ വീട്ടിലുള്ള പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് അത് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ നമ്മൾ ഉലുവ കാപ്പിയും പുളിച്ച കഞ്ഞിവെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം. നമുക്കിത് 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവും. പിന്നെ നമ്മളത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ്. ഇതിൻ്റെ മണ്ണിലൂടെയുള്ള കുറേ പ്രശ്നത്തിന് പരിഹാരമാണ്. അതുപോലെ മണ്ണിൽ നല്ല ബാക്ടീരിയാസ് വളരാനും നല്ലത്. അപ്പം നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 4 ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മുടെ കാപ്പി ഉണ്ടല്ലോ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, അപ്പോൾ അത് 2 ഗ്ലാസ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് മറക്കരുത്. നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് 1/4 ടീസ്പൂണ് കാപ്പിപ്പൊടിയിലോട്ട് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് ചേർത്ത് ആക്കിയിട്ടുള്ളതാണ്. ഇനി ഇതേ നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ചെടികൾക്ക് അങ്ങനെ തെളിച്ചു കൊടുത്താലും മതി. അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ബാക്ടീരിയാസ് വളരാനായിട്ട് സഹായിക്കും. എല്ലാ ചെടികൾക്കും കേട്ടോ, ഇന്ന ചെടികളെന്നില്ല, എല്ലാ ചെടികൾക്കും. അപ്പോൾ പൂത്തതിനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പൂക്കാത്തതിനാണെങ്കിലും കുഴപ്പമില്ല. പൂത്തത് വീണ്ടും ധാരാളമായിട്ട് കിളിർത്ത് പൂക്കാനും അതുപോലെ തന്നെ പൂക്കാത്തത് പെട്ടെന്ന് പൂക്കാനും സഹായിക്കും. അപ്പം നമ്മൾ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചുവട്ടിലും നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ബാക്ടീരിയാസ് മണ്ണിൽ വളർന്നാലാണ് നമുക്ക് ഇതിലിട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ വിഘടിച്ച് ചെടിക്ക് ആവശ്യത്തിന് നമ്മൾ മണ്ണിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നല്ല ബാക്ടീരിയാസ് വളരും. അപ്പം എന്താണ് അതിൻ്റെ ഗുണം? അതിലിട്ട് കൊടുക്കുന്ന വളങ്ങൾ വിഘടിച്ച് ആ ചെടിക്ക് അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളുടെ പ്രത്യേകിച്ച് തെച്ചിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെലന്തി കൂട് കൂട്ടിയ പോലെ അല്ലെങ്കിൽ ഒരു വെള്ള പൂപ്പല് പായലൊക്കെ പോലെയുള്ളത് ഇപ്പോൾ മിക്ക പൂച്ചെടികൾക്കും കാണും. പക്ഷെ നമ്മുടെ തെച്ചിക്കാണ് ഇത് കൂടുതലായിട്ട് കാണുക. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് കായം വെച്ചിട്ടുള്ളത്. കായം നമ്മളുടെ സാമ്പാറിന് ഉപയോഗിക്കുന്ന സാധാ കായാണ് നമുക്ക് വേണ്ടത്. കായത്തിൻ്റെ പൊടി ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കായം എടുക്കാം. അപ്പോൾ പൊടിയാണെന്നുണ്ടെങ്കിലും കായാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കായം 1 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി പുളിപ്പിച്ചിട്ട് വേണം അതാക്കാനായിട്ട്. അപ്പം നമ്മൾ അത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കായത്തിൻ്റെ ഒരു മണം അല്ല കേട്ടോ, ഒരു പുളിച്ചിട്ടുള്ള ആ ഒരു മണം, ചെറുതായിട്ടുള്ളൊരു ആ ഒരു പുളിപ്പും ഇതൊക്കെ കലർന്നിട്ടുള്ള ഒരു മണമാണ് നമുക്ക് വരിക. പക്ഷെ നമ്മൾ അത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, നല്ലൊരു മണമാണ്. അപ്പം നമുക്ക് ഏത് ഫ്ലാറ്റിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ടെറസിൻ്റെ മേലെ ഇപ്പോൾ ഉള്ളിൽ ഇപ്പോൾ ഒത്തിരി പേര് സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, എന്നാൽ യാതൊരു ചിലവുമില്ല. കാരണം എല്ലാവരുടെ അടുത്തുള്ളതാണ് കായം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം എല്ലാവർക്കുള്ള ഒരു പ്രശ്നമാണ് ഇതുപോലെ 8 കാല് കൂട് കൂട്ടുന്ന പോലെയുള്ള ഒരു ഇത് കാണുക. അതിപ്പോൾ ഇതിന് പൂക്കൾക്ക് മാത്രമല്ല, ഫ്രൂട്ട് പ്ലാന്റ്സിനാണ്. പ്രത്യേകിച്ച് പേരയ്ക്കൊക്കെ കാണുന്നുണ്ട്, പിന്നെ സപ്പോട്ട, അതിനൊക്കെ പൂ വിരിയുമ്പോൾ തന്നെ അങ്ങനെ കാണുന്നുണ്ട്. പൂ വിരിയാൻ പറ്റുന്നില്ല, അതിലൊക്കെ ഇതേപോലെ വെള്ള കളറുകൾ വന്നിട്ട്. അപ്പം അതിന്
ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കായം ഒരു ദിവസം ഇട്ട് വെച്ചതിന് ശേഷം അത് പുളിപ്പിച്ച് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെലവുമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടില്ല, ഇത് കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ എന്താ പറയാ കാപ്പി, അതായത് ഉലുവ കാപ്പി ആണെങ്കിൽ അതിഗംഭീര മണാണ്. അപ്പൊ ഇത് വേറൊരു ഗുണമുണ്ട്. ഇപ്പൊ പൂക്കൾ ഇതേപോലെ ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും സംശയം ഇപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ, നല്ലൊരു മണാണ് അതിന്. അപ്പൊ അത് ഇതിലെ പോളിനേഷൻ നടക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പൂക്കൾക്ക് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ അതിൽ പോളിനേഷൻ നന്നായി നടന്നിട്ടാണ് ഇതുപോലെ ധാരാളമായിട്ട് കൊലകുത്തി പൂക്കൾ ഉണ്ടാവുക. പിന്നെ ഒരുപാട് വലിയ പൂക്കൾ ഉണ്ടാവുക. പൂക്കൾ ഉണ്ടായിട്ടും കുറേ ദിവസം അത് വാടാതെയും കൊഴിയാതെയും നിൽക്കുക. അപ്പം അതിനൊക്കെ ഇത് വളരെ ബെസ്റ്റാണ്. അതിനാണ് നമ്മൾ ചുവട്ടിലേക്കും കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു രൂപ പോലും ചിലവില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല, എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.